Thank you, sir. Now, let us invite Dr. Amritaraj Sajeevan, our alumnus, RMO at Amrita School of Ayurveda, to share his thoughts with us. He is the first prize winner of Malayalam Kavita reality show, Devaraja Sangeeta Award, Radha Sultan Award at Rafi Star 2025, and many more. Hope he will delight us with a beautiful song or poetry. गुरुर् ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. ജഗജ്ജനനി എൻ്റെ എല്ലാമെല്ലാം ആയ സർവസ്വമായ അമ്മയുടെ പാതാരബന്ധങ്ങളിൽ അനന്തകോടി സാഷ്ടാംഗ പ്രണാമം. സംപൂജ്യ സ്വാമിജികളുടെ പാതാരബന്ധങ്ങളിൽ അനന്തകോടി സാഷ്ടാംഗ പ്രണാമം. ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കാൻ കാരണഭൂതരായ എൻ്റെ മാതാപിതാക്കളുടെ പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തി, ഏറെയും ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ സാറ്, ശ്രീ ദിലീപ് കുമാർ സാറ്, പ്രിൻസിപ്പൽ മാഡം, വൈസ് പ്രിൻസിപ്പൽ മാഡം, എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. സദസ്സിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും കൊച്ചു കൂട്ടുകാർക്കും എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാനെന്ന ഈ ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് വികാരങ്ങളുടെ ഒരു മിശ്രിതമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഞാൻ എൻ്റെ LKG മുതൽ +2 വരെ പഠിച്ച ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തീകരിച്ച ഒരു വിദ്യാലയമാണിത്. കാരണം എന്ത് പറയണം ഈ ഒരു നിമിഷത്തിൽ എനിക്കറിയില്ല. കാരണം സ്വാമിജിയുടെ ഈ ഒരു വേദിയിൽ സ്വാമിയായിട്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുന്ന ആദ്യ ഒരു പ്രോഗ്രാമാണ്. കാരണം സ്വാമിജി എനിക്ക് മിക്കവാറും LKGയിൽ ആദ്യമായിട്ട് ഒരു പ്രൈസ് വന്നതാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആ ഒരു സന്ദർഭമൊക്കെ ഞാൻ ഓർക്കുന്നു. പിന്നെ എൻ്റെ LKG മുതൽ ആദ്യാക്ഷരം മുതൽ +2 വരെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ വിനീത സാഷ്ടാംഗ പ്രണാമം. പല ഗുരുക്കന്മാർ, 1-2 പേര് ഇന്ന് ഈ ഭൂമിയിലില്ല, അവരെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഒരുപാട് 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 സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ കടപ്പാടും എല്ലാം ഒരു നിറഞ്ഞൊരു മനസ്സുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നന്ദി എന്ന് പറയുന്ന ഒരു 2 അക്ഷരം ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനോ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ഒരു വാക്കിന് അത്രയും മഹത്വമുണ്ട്. കാരണം നമ്മുടെ വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അത് ഒരേ സ്കൂളിലാണ് ഇത്രയും കാലഘട്ടം പഠിച്ചത് എന്നുള്ളത് എൻ്റെ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു വസ്തുതയാണ്. കാരണം ഒരുപാട് ത്യാഗവും എല്ലാം അനുഭവിച്ചായിരുന്നു ഞാൻ ഈ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ ശരിക്കും ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത് വന്ന് പഠിച്ച ഒരു വിദ്യാർത്ഥി എന്നുള്ള ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്കായിരിക്കും. കാരണം അമ്പലമുകൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നായിരുന്നു ഞാൻ വന്നിരുന്നത്. ഒരു സൈഡിലേക്ക് 22 കിലോമീറ്റർ ആയിരുന്നു ഞാൻ യാത്ര ചെയ്തിരുന്നത്. ഒരു ദിവസം 44 കിലോമീറ്റർ യാത്ര ചെയ്യണം. അങ്ങനെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പകുതി വരെ കൊണ്ടുവന്നതും അവിടുന്ന് വേറെ വണ്ടിയിൽ സ്കൂളിലേക്ക് എത്തിക്കുന്നതും. ആദ്യകാലങ്ങളിലൊക്കെ അമ്മയായിരുന്നു കൊണ്ടുവരുന്നത്. LKGയിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ ബാഗൊക്കെ തൂക്കി വീട്ടിൽ നിന്ന് ബസ് കയറി ഇവിടെ വന്നു. പിന്നെ കഴിയണ വരെ ഇരിക്കും, പിന്നെ തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടുപോകും. എല്ലാം ഒരുപാട് ഓർമ്മകളാണ്. അങ്ങനെ ഒരു 3, 4, 5 ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പയ്യെ ബസ്സിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കൂളിൽ എനിക്ക് പഠിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം, അതായത് അമ്മയുടെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പലരും നാട്ടുകാരും എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു സ്കൂളിൽ ഇത്രയും ദൂരം വന്ന് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ ഒരേ ഒരു ഉത്തരമാണ്, അമ്മയുടെ സ്കൂളാണ്, നമുക്ക്
അവിടെ പഠിക്കാം. അതാണ് ഈ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. കാരണം അതിൻ്റെ ഒരു സംസ്കാരവും ആ ടീച്ചേഴ്സ് നമ്മുടെ ആ ഒരു വെറും ഒരു ടീച്ചർ സ്റ്റുഡന്റ് ബന്ധമല്ലാതെ അതിലുപരി ആ ഒരു സ്നേഹവും കരുതലും ആ ഒരു ആത്മാർത്ഥതയും എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ സ്കൂളിൽ ലൈൻ ബസ്സിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ഇവിടുന്ന് പെരുമ്പാവൂരിന്ന് കയറി അമ്പലമുടി എത്തുമ്പോഴത്തേക്കും പലപ്പോഴും ഉറങ്ങി പോകാറുണ്ട്. കാരണം ഞാൻ രാവിലെ 6:15 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എണീറ്റ് കുളിച്ച് നാമം ജപിച്ച് എല്ലാം കഴിഞ്ഞു. അന്ന് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു ചെറുപ്പം മുതൽ. പാട്ട് പ്രാക്ടീസും കഴിഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത്. യോഗ ചെയ്യും, അതും കഴിഞ്ഞ് ഇറങ്ങും. അപ്പോൾ 6:15 ഇറങ്ങിയിട്ട് ഇവിടെ 7:50 ഫസ്റ്റ് ബെല്ല് അടിക്കണതിന് മുന്നേ ഇവിടെ എത്തും. അപ്പൊ അങ്ങനെ തിരിച്ചു പോകുമ്പോഴും 1:40 ഇറങ്ങിയാൽ ഞാൻ വീട്ടിലെത്തുമ്പോൾ 3:15 മണിയാവും. അപ്പൊ അങ്ങനെ ഒരു ദിവസം പോയി ഞാൻ ബസ് സ്റ്റോപ്പ് മാറി ഉറങ്ങിപ്പോയി. ബസ് സ്റ്റോപ്പ് മാറി ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും അച്ഛനമ്മയ്ക്ക് നമുക്കറിയാം അന്ന് ഈ ഫോണൊന്നും ഇല്ലാത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ എവിടെ എത്തി, ബസ് മാറി പോയോ എന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രിൻസിപ്പളായിരുന്ന ബ്രഹ്മചാരിണി രേണുക മാം, ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മാമാണ്. കാരണം മാമിന്റെ സ്പെഷ്യൽ പെർമിഷനോടുകൂടി ഒരു കുഞ്ഞു ഫോൺ അന്ന് എനിക്ക് തന്നു. ഞാൻ രാവിലെ വരുമ്പോൾ ഇവിടെ ഓഫീസിൽ വെക്കും, എന്നിട്ട് അത് തിരിച്ചു പോകുമ്പോൾ എടുത്തിട്ട് പോകും. കാരണം അമ്മയ്ക്ക് വിളിക്കണം വീട്ടിൽ നിന്ന്, മോനെ എവിടെ എത്തി, ബസ് കിട്ടിയോ, എവിടെ എത്തി, ഇറങ്ങാറായോ. അപ്പൊ അങ്ങനെ ആ കാലഘട്ടം. പിന്നെ ഇവിടെ ഞാനിപ്പോ പറഞ്ഞ പോലെ ഓരോ മത്സരവേദികളിൽ പോകുമ്പോഴും എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ആ ഒരു വേദിയും അവസരവും മ്യൂസിക് ടീച്ചേഴ്സിന്റെ അടുത്ത് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളുമാണ് എൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള എൻ്റെ ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് ആയപ്പോഴായിരുന്നു കൈരളി ചാനലിലെ മാമ്പഴം എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. കൃത്യമായി അതിന്റെ ഫൈനൽ വന്നത് എൻ്റെ പരീക്ഷയുടെ സമയത്തായിരുന്നു. അപ്പോൾ ഫുൾ സപ്പോർട്ടായിരുന്നു എൻ്റെ എല്ലാ ഗുരുനാഥന്മാരുടെ കയ്യിൽ നിന്നും എനിക്കുണ്ടായിരുന്നത്. കാരണം എനിക്ക് വേണ്ടി ഞാൻ ആ മത്സരത്തിന് പോകാൻ പെർമിഷൻ എടുത്തു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് വേണ്ടി മാത്രം പരീക്ഷ എഴുതിയിട്ടാണ് ആ ഒരു SA1 സമയത്ത് ഞാനിവിടെ പരീക്ഷ എഴുതുന്നത്. മാനസികപരമായിട്ടും എല്ലാം കൊണ്ടൊരു സപ്പോർട്ട്. അതിനൊന്നും ഒരിക്കലും ഈ ഒരു ജന്മം തീരാത്ത അത്രയും എന്ത് തിരിച്ചു കൊടുക്കണം എന്നറിയില്ല. എന്ത് ഗുരുദക്ഷിണ കൊടുത്താലും അതൊന്നും മതിയാവില്ല. കാരണം എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ വന്നപ്പോൾ തന്നെ ഈ ക്ലാസ്സൊക്കെ ഒന്ന് പോയി കണ്ടാലും അത്ര ഓർമ്മകളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എൻ്റെ ഒരു ഭാഗ്യം നിറഞ്ഞ കാലഘട്ടമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം സ്കൂൾ കഴിഞ്ഞു, പ്രോഗ്രാമിന് പ്രൈസ് കിട്ടി. അതിനൊക്കെ ശേഷം ഇപ്പം ഞാനിപ്പോൾ അമൃത സ്കൂൾ ഓഫ് ആയുർവേദ, നമ്മുടെ അമൃതപുരി അമ്മയുടെ കോളേജിൽ അവിടെ തന്നെ UG പഠിക്കാൻ അവസരം ലഭിച്ചു. അതിനുശേഷം ഞാനിപ്പോൾ അവിടെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഈ ഒരു സമയത്തും എനിക്ക് ഒരു പല സാറ് മുന്നേ സൂചിപ്പിച്ച പോലെ പഠിക്കുന്ന സമയത്താണെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും എന്ത് അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിലും എൻ്റെ അമ്മയും അച്ഛനും അത് അറിയിക്കുകയും അതിന് പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇപ്പോഴും ചെയ്യുന്നു. കാരണം ഈ ഒരാഴ്ച മുന്നേ ആയിരുന്നു ഫ്ലവേഴ്സ് ചാനൽ ഒരു ഐമ വോയിസ് എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് പങ്കെടുക്കാനും അതിൻ്റെ അകത്ത് ടൈറ്റിൽ വിന്നറായിട്ട് വിജയിക്കാനും സാധിച്ചു. അതെല്ലാം എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷവും സ്നേഹവും എനിക്ക് തീരാത്ത അത്രയും നന്ദിയും കടപ്പാടും എൻ്റെ ഓരോ ടീച്ചേഴ്സ്, എൻ്റെ ആദ്യാക്ഷരം പഠിപ്പിച്ച ടീച്ചേഴ്സ് എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ ഈ ഒരു അവസരത്തിൽ എന്നെ 2 ആഴ്ച മുന്നേ ടീച്ചേഴ്സ് വിളിച്ചപ്പോഴും ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞപ്പോഴും ഒരിക്കലും ഈ ഒരു സ്പെഷ്യൽ ഗസ്റ്റിന്റെ ലേബലിൽ നിൽക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, എൻ്റെ സ്കൂൾ യൂണിഫോം ഞാൻ ഇപ്പോഴും ഇടുന്നുണ്ട് വീട്ടിൽ. ആ സ്കൂൾ യൂണിഫോം ഇട്ട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താ ഇത് കളയാറായില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ആ ഒരു ഓർമ്മയും ഇപ്പോഴും ഞാനത് ഇട്ട് വന്നാൽ ഏതെങ്കിലും ഒരു +1 +2 ക്ലാസ്സിൽ ഇരിക്കാവുന്ന അത്രയും ഒരു ആഗ്രഹവും സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അവസരങ്ങളും ഓർമ്മകളും തന്ന ഈ ഒരു സ്കൂളിലെ ഈ ഒരു നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയും സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ ഗുരുനാഥന്മാർക്കും വേണ്ടിയിട്ട് ഞാനൊരു ഗുരുദക്ഷിണയായി ഞാനത് സമർപ്പിക്കുന്നു. ഒരു കവിതയെ ചൊല്ലാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുന്നേ നമ്മുടെ കൂടെ
എൻ്റെ ഈ മാമ്പഴം ആ ഒരു റിയാലിറ്റി ഷോയുടെ സമയത്ത് ഈ 10ാം ക്ലാസ്സിന്റെ സമയത്തൊക്കെ മാത്സിനൊക്കെ ഒരുപാട് ട്രെയിനിങ് ഒക്കെ വേണ്ട സമയത്ത് ഞാൻ സിന്ധു ടീച്ചറിന്റെ വീട്ടിലൊക്കെ പോയി പഠിക്കുമായിരുന്നു. പക്ഷെ ടീച്ചറൊന്നും നമ്മുടെ കൂടെ ഇല്ല. ഒരുപാട് 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 ഓർമ്മകളാണ് ടീച്ചറിന്റെ മുന്നിൽ ഞാൻ ടീച്ചറെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. എല്ലാ ഗുരുനാഥന്മാരുടെ ആ ഒരു പാദങ്ങളിൽ മഹാകവി വള്ളത്തോൾ രചിച്ച എൻ്റെ ഗുരുനാഥൻ എന്ന ഒരു കവിതയാണ് ഞാൻ ചൊല്ലുന്നത്. ടീച്ചേഴ്സ് പറഞ്ഞതും ഒരു കവിത ചൊല്ലണമെന്നാണ്. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ലോകമേ തറവാട്, ലോകമേ തറവാടു തനിക്ക്, ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാനഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതിൻ ഗുരുനാഥൻ. താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം, കാറണിച്ചെളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം. ഇല്ലിഹ സംഘം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ്, ഔവണ്ണമിൻ ഗുരുനാഥൻ. ദുർജന്തുവിഹീനമാം ദുർലഭതീർത്ഥഹ്രദം, കജ്ജളോദ്ഗമമില്ലാത്തോരു മംഗളദീപം. പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യ മഹാനിധി, പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവിൻ ആചാര്യൻ. ശസ്ത്രമെന്നിയേ ധർമ്മസങ്കരം നടത്തുന്നു, പുസ്തകമെന്നിയേ പുണ്യാധ്യാപനം പുലർത്തുന്നു, ഔഷധമെന്നേ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നിയേ യജ്ഞം ചെയ്വവനെന്നാചാര്യൻ. ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം, ശാന്തിയാണവിടേക്കു പരദേവത പണ്ടേ. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായി തലമടക്കത്തു. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായി തലമടക്കത്തു. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും, ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും, രന്തിദേവന്റെ ദയാവായ്പും, ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും, മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരിൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ, ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗൽ ഗുരു. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാധർഷ,
നമസ്തേ സുമഹാത്മൻ നമസ്തേ ജഗൽഗുരോ നമസ്തേ നമസ്തേ ജഗൽഗുരോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു മനസ്സിനുടമയാവാനും സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കാനും എല്ലാവരെയും സേവിക്കാനും സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനുമുള്ള അവസരങ്ങൾ ഈശ്വരൻ തന്നെ ഒരുക്കി തരട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അമ്മയുടെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ.